ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം കഴിഞ്ഞ നാളുകളിലൊക്കെയും ക്ഷേമത്തോടെ കാത്തു പരിപാലിച്ചതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആയിരിക്കാം. നിരാശയോടെ ജീവിതത്തിലായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിക്കേണ്ടതിനായിട്ട് പൂർണ്ണമായിട്ട് യേശുവിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിക്കുക. വചനം വായിച്ച് ശക്തിപ്പെടുക. വചനത്തിൻ്റെ ഓരോ മർമ്മവും ഗ്രഹിക്കുവാനായിട്ട് നോക്കുക. ദൈവം നിശ്ചയമായും വിടുവിക്കും. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുന്ന അവസ്ഥകളിൽ, കടത്തിൻ്റെ ഭാരങ്ങളിൽ, ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിന്മേൽ ദൈവം അത്ഭുതകരമായി വിടുതൽ നൽകും. നിശ്ചയമായും പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആയിരിക്കുക. ജോലിയുടെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പൂർണ്ണമായിട്ടുള്ള വിടുതലിനായിട്ട് ജോലി ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പഠനത്തിൻ്റെ റിസൾട്ടുകളൊക്കെ വരാനിരിക്കുന്ന അവസരങ്ങളിൽ ദൈവം പൂർണ്ണമായിട്ട് വിജയം നൽകി അവരെ മുൻപോട്ട് നയിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കാം. ദൈവം നൽകുന്ന നല്ല ദാനങ്ങൾക്കായിട്ട് നന്ദി പറയാം. കുഞ്ഞുങ്ങളൊക്കെയും നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ, സ്ത്രീകളൊക്കെയും നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ, ഭവനത്തിൻ്റെ പല അന്തരീക്ഷങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, മാനസികമായിട്ടുള്ള സന്തോഷത്തിനായിട്ട്, മാനസികമായിട്ടുള്ള വിടുതലിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനേകം ലോകത്തിൻ്റേതായ വിളികളിൽ അകപ്പെട്ടുകൊണ്ട് ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തോട് ചേർന്ന് നടക്കാതെ അനേകം കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലുണ്ട്. യുവത്വം വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ യുവാക്കളെയും യുവതികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഭവനത്തിൻ്റെ ഉള്ളറകളിലായിരിക്കുന്ന സ്ത്രീ ജനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പുരുഷന്മാരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നൽകുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയാം. ദൈവം നൽകുന്ന ഓരോ പ്രതിസന്ധികൾക്കായിട്ട് നന്ദി പറയാം. അവയെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കേണ്ടതിനായിട്ട് നിരാശപ്പെടാതെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള സന്തോഷവും സമാധാനവും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനേകം കുഞ്ഞുങ്ങൾ, അനേകം മാതാപിതാക്കൾ വളരെയേറെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് ആഴ്ന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഉള്ളിൽ തേങ്ങി തേങ്ങി കരയുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവം അത്ഭുതകരമായിട്ട് വിടുതൽ നൽകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ ജീവനോടെ ഇരുന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് നൽകിയിരിക്കുന്ന ഈ അവസരങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആയിരിക്കാം. എല്ലാറ്റിനുമായി സ്തോത്രം. ആമേൻ.